ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 20-ാം ദിവസമായ ഇന്ന് ആത്മപരിശോധനയും പശ്ചാത്താപവും ആവശ്യമായ ദിവസമാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാനും ആത്മീയമായി പുതുക്കപ്പെടുവാനും ഈ ദിവസം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. 44-ാം വാക്യം കുറിവാക്യമായി വായിക്കട്ടെ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രവൃത്തിയിലൂടെ വിടരുന്ന പ്രാർത്ഥന എന്നുള്ളതാണ്. നാം ഇന്ന് ചിന്തിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ ഏറ്റവും മനോഹരവുമായ ഒരു തത്വത്തെക്കുറിച്ചാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനയാണ്. അതിനാൽ ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി നാം ചിന്തിക്കുവാൻ പോകുന്ന വിഷയം പ്രവൃത്തിയിലൂടെ വിടരുന്ന പ്രാർത്ഥന എന്നതാണ്. സാധാരണയായി നാം പ്രാർത്ഥനയെ കാണുന്നത് കണ്ണടച്ച് കൈകൾ കൂപ്പി ദൈവത്തോട് സംസാരിക്കുന്ന ഒന്നായിട്ടാണ്. എന്നാൽ യേശുക്രിസ്തു മലയിലെ പ്രസംഗത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നാണ്. പ്രാർത്ഥന എന്നത് ചുണ്ടുകളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ ലോകത്തിന് അനുഭവവേദ്യമാകേണ്ട ഒന്നാണ്. വേദഭാഗത്തെ അടിസ്ഥാനമാക്കി 3 ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 1. പ്രതികാരത്തിന് പകരം സ്നേഹം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യേശു പറയുന്നു, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തിന്മ ചെയ്യുന്നവനെ എതിർക്കരുത്. ഇവിടെ യേശു ഒരു പുതിയ സംസ്കാരം പഠിപ്പിക്കുകയാണ്. ലോകം പഠിപ്പിക്കുന്നത് നിന്നെ അടിക്കുന്നവനെ തിരിച്ച് അടിക്കുവാനാണ്. എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് വലത് കരണത്ത് അടിക്കുന്നവന് ഇടത് കരണം കൂടി കാണിച്ചു കൊടുക്കുവാനാണ്. ഇതൊരു ബലഹീനതയല്ല, മറിച്ച് ഉന്നതമായ ആത്മീയ ശക്തിയാണ്. നമ്മുടെ പ്രാർത്ഥന അർത്ഥപൂർണമാകുന്നത് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനും സാധിക്കുമ്പോഴാണ്. 2. ശത്രുവിനെ സ്നേഹിക്കുന്ന പ്രാർത്ഥന. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. ഇതാണ് ഈ വചനഭാഗത്തിന്റെ കാതൽ. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ വലിയ പ്രയാസമില്ല. എന്നാൽ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നവനെ സ്നേഹിക്കുക എന്നത് ദൈവികമായ ഒരു പ്രവൃത്തിയാണ്. നാം മുട്ടുകുത്തി നിന്ന് ദൈവത്തോട്, ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും പുറത്തിറങ്ങി നമ്മുടെ സഹോദരനോട് വിദ്വേഷം കാണിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥന മൃതമാണ്. എന്നാൽ നമ്മെ ഉപദ്രവിക്കുന്നവന് ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ കൈനീട്ടാൻ നമുക്ക് സാധിച്ചാൽ ആ പ്രവൃത്തിയാണ് യഥാർത്ഥ പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ വിരിയുന്നത്. 3. പൂർണ്ണതയിലേക്കുള്ള വിളി. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ദൈവം നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുന്നു, നല്ലവരുടെയും തിന്മ ചെയ്യുന്നവരുടെ മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഈ പക്ഷപാതമില്ലാത്ത സ്നേഹം നമ്മുടെ പ്രവർത്തികളിൽ പ്രതിഫലിക്കണം. നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയായി മാറണമെങ്കിൽ നമ്മുടെ വാക്കുകൾ സൗമ്യമാകണം, നമ്മുടെ പ്രവർത്തികൾ കരുണയുള്ളതാകണം, നമ്മുടെ ഹൃദയം ക്ഷമിക്കാൻ സന്നദ്ധമാകണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് തുടങ്ങുന്ന നമ്മുടെ പ്രാർത്ഥന ജീവിത സാഹചര്യങ്ങളിൽ പ്രവൃത്തിയായി വിടരണം. വാക്കുകൾ കൊണ്ട് സ്വർഗത്തെ സ്പർശിക്കുന്നതിനേക്കാൾ പ്രവൃത്തികൾ കൊണ്ട് ഭൂമിയിലെ വേദനിക്കുന്നവരെ സ്പർശിക്കുന്നതാണ് ദൈവത്തിന് കൂടുതൽ പ്രിയങ്കരം. നമ്മുടെ ശത്രുവിനോട് കാണിക്കുന്ന പുഞ്ചിരി, വിശക്കുന്നവന് നൽകുന്ന ഒരു ഉരുള ആഹാരം, നമ്മെ വേദനിപ്പിച്ചവനോട് ക്ഷമ, ഇവയെല്ലാമാണ് പ്രവൃത്തിയിലൂടെ വിടരുന്ന യഥാർത്ഥ പ്രാർത്ഥനകൾ. നമുക്കും ഈ വഴിയിലൂടെ സഞ്ചരിക്കാം. ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഈ പ്രാർത്ഥനാ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് മനസ്സും ഹൃദയവും ശുദ്ധീകരിച്ച് നിന്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആമീൻ.